അസ്സലാമലൈക്കും. എന്തൊക്കെ മക്കളെ പാട്, സുഖല്ലേ? ഇന്നേ നമ്മളൊരു ചക്കക്കുരു വട ഉണ്ടാക്കാൻ പോവുകയാണ്. നമ്മൾ ചക്ക അലുവ ഉണ്ടാക്കി, വടയും കൂടി, ചക്കക്കുരു കൊണ്ട് വടയും കൂടി ഉണ്ടാക്കട്ടെ. ചക്കക്കുരു പൊടിച്ച് വെച്ചിരിക്കുന്നതാണ് ഇതിട്ടാ. നിങ്ങൾക്ക് വിശ്വാസം ഉണ്ടാവില്ല. ഇതാ ചക്കക്കുരു ഉണ്ടാ പുഴുങ്ങിയത്. ഞാൻ 2 നിങ്ങൾക്ക് കാണിക്കാൻ വേണ്ടി എടുത്ത് വെച്ചതാണ്. അത് ഞാൻ മിക്സിയിലിട്ട് പൊടിച്ചാണ്. നമുക്ക് ക്യാമറമാനൊന്നും ഇല്ല, നമ്മൾ തന്നെ എടുക്കണതാണ് വീഡിയോ. അപ്പോൾ എല്ലാം കൂടി നടക്കൂല. അപ്പം ചക്ക പുഴുങ്ങി, തൊലി കളഞ്ഞ് പുഴുങ്ങി, ഞാനിവിടെ വെറുതെ കടയിലിരിക്കുമ്പോൾ ചക്കക്കുരു വലിഞ്ഞിങ്ങനെ കിടക്കുമ്പോൾ പെട്ടെന്ന് തൊലി വെച്ചാൽ കിട്ടും. നനവില്ലാതാവുമ്പോൾ, നനവുണ്ടാകുമ്പോൾ നമ്മളെ കയ്യിൽ നിന്ന് ബാക്കി പോകൽ. അപ്പോൾ ചക്കക്കുരു ഉടച്ച് വെച്ചതാണിത്. പിന്നെ അതിലേക്കുള്ള സാധനം വലിയ ഉള്ളി, ഒരു ഉള്ളി അരിഞ്ഞ് വെച്ചതാണ്. ഇത് വേപ്പിൻ്റെ ഇല, പച്ചമുളക്, ഇഞ്ചി ചെറുതായി അരിഞ്ഞത്, വെളുത്തുള്ളി ചെറുതായി അരിഞ്ഞത്, ചിക്കൻ മസാലപ്പൊടിയാണ്, കറി മസാല, പാകത്തിന് ഉപ്പ്. ചക്കക്കുരു ഞാൻ ഉപ്പിട്ട് പുഴുങ്ങിയതാണ്, അതുകൊണ്ട് പിന്നെ അതിലേക്ക് ഉപ്പ് പാകത്തിന് ചേർത്താൽ മതി. അപ്പം ഞാനിതാ ആദ്യം ഉള്ളി ഇട്ട്, ഉള്ളി എല്ലാവരും ഒന്ന് ഉണ്ടാക്കി നോക്കണം. നമ്മളെ പൊടിമക്കൾക്കൊക്കെ നല്ല ഒരു ഔഷധ ഗുണം കൂടിയാണ് ചക്കക്കുരു. പണ്ടത്തെ ആൾക്കാർ പറയും ഗ്യാസാണ്, അതാണ് ഇതാണെന്നൊക്കെ പറയും. അത് പേടിച്ച് ആരും തിന്നൂല, ഗ്യാസൊന്നും ഉണ്ടാവില്ല. അതിന് നിങ്ങൾ ഈ വെളുത്തുള്ളി ഒന്ന് മുറിച്ച് ചെറുതാക്കി കൊത്തി മുറിച്ചിട്ടാൽ മതി. അപ്പോൾ വെളുത്തുള്ളി ഇഞ്ചിയൊക്കെ ചേരുമ്പോൾ ഗ്യാസൊന്നും ഉണ്ടാവില്ല. പിന്നെ നമ്മൾ പുഴുങ്ങിയെടുത്താണ്. അപ്പോൾ പച്ചമുളക്, ഉള്ളി, ഇഞ്ചിയും വെളുത്തുള്ളി ചതച്ചത് ഒക്കെ ഇട്ട്, ഉപ്പ് പാകത്തിന് മതി, ഉപ്പ് കൂടിപ്പോകും. കറി മസാല, ചിക്കൻ മസാലപ്പൊടി, ഇതെല്ലാം കൂടി കൂട്ടി ഒന്ന് നമ്മൾ നല്ല ഞവിടുക. അങ്ങനെ നേടി ആ ഉപ്പും ആ ഇഞ്ചിയും ഒക്കെ ആ ഉള്ളിയിൽ ഒന്ന് തോരായിട്ട് വെക്കുക. അപ്പോൾ എന്നതിൻ്റെ ശേഷം നമ്മൾ ഇതാ ചക്ക പൊടിച്ച് വെച്ചത് ഉണ്ടാ ചക്ക പൊടിച്ച് വെച്ചത് ഈ ഉള്ളിയിലൊന്ന് നല്ലോണം. അപ്പം നമ്മളെ ചക്കക്കുരു ആണ് മുമ്പിൽ നിൽക്കേണ്ടത്. അപ്പോഴല്ലേ നമുക്ക് ആ ചക്കക്കുരുൻ്റെ ചൊയ അറിയാൻ പറ്റുള്ളൂ. അപ്പോൾ അതുകൊണ്ട് ഞാൻ കുറച്ച് ചേരുവകളൊക്കെ ചേർത്തിട്ടുള്ളൂ. ഇനി നമുക്ക് ഇതെല്ലാം ഒന്ന് ഈ ഉള്ളി, ഈ ഉടച്ച് വെച്ച ചക്കക്കുരു ഒക്കെ കൂടി ഒന്ന് നല്ല കുഴച്ച് വൃത്തിയാക്കി എടുത്ത്, വേണമെങ്കിൽ ഇതിലിത്തിരി പൊടി കൂട്ടാം. ഞാനിപ്പോൾ നോക്കുമ്പോൾ ഇതിൽ പൊടിൻ്റെ ആവശ്യം വരുന്നില്ല. ചക്കക്കുരു വേണമെങ്കിൽ നമുക്ക് ഇത്തിരി അരിപ്പൊടിയോ അവരവർക്ക് ഇഷ്ടം ഏതാണോ അത് ചെയ്ത് കൊടുക്കാം, ഇട്ട് കൊടുക്കാം. അരിപ്പൊടിയാണെങ്കിൽ അരിപ്പൊടി, മൈദപ്പൊടിയാണെങ്കിൽ മൈദപ്പൊടി, കടലമാവാണെങ്കിൽ കടലമാവ്. ഇപ്പോൾ എനിക്കിതിൽ ഒന്നും ഇടാൻ തോന്നണില്ല, എന്നാലും ഞാനൊരു സ്പൂണ് അരിപ്പൊടി ചേർക്കുന്നതാണ്. അപ്പോൾ അതാ ഞാൻ കുറച്ച് ഉണ്ടാക്കിയിട്ടുള്ളൂ. നമ്മൾ ഉണ്ടാക്കി ടേസ്റ്റ് നോക്കണം. ഞാൻ ആദ്യമായിട്ട് ഉണ്ടാക്കണ വട, ചക്കക്കുരു വട. അപ്പോൾ നല്ല ടേസ്റ്റ് ഉണ്ടാവും, അടിപൊളിയാണ്. നമ്മളെ മക്കൾക്കൊക്കെ ഇത് ഉണ്ടാക്കി കൊടുക്ക്. ഒരു ചക്കക്കുരു ഇതിലേ ഇതുണ്ട നല്ല വെന്ത കുരുവാണ്. അപ്പം നമുക്കിങ്ങനെ ഉടച്ച് തന്നെ ചേർക്കാമെന്നുള്ള